ഹലോ ഗായ്സ്, ദിസ് ഇസ് ജിതു സോൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയും ബ്രെഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഗ്രീൻ പീസ് കറിയും ബ്രെഡും. എനിക്ക് ബ്രെഡിൻ്റെ കൂടെ എപ്പോഴും ഗ്രീൻ പീസ് കറിയാണ്. ഈ ചിക്കൻ ബീഫിനേക്കാളൊക്കെ കുറച്ചും കൂടി ഇഷ്ടം ഗ്രീൻ പീസ് കറി കഴിക്കാനാണ്. അപ്പോൾ ബ്രെഡും ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ രാവിലെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ലഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയൊരു ലഞ്ച് ബോക്സാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് പോയത്. പുറത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. എൻ്റെ കസിൻസ് ഉണ്ട്, അവന്മാരുടെ കൂടെയാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. കോയ്ക്കാത്തോരൻ, അവിയൽ, പിന്നെ ഒരു തീയലുണ്ടായിരുന്നു, പിന്നെ ഒരു മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതെൻ്റെ കസിൻ ബ്രദേഴ്സാണ് കേട്ടോ. പിന്നെ ഒരു മീൻചാറ് ഉണ്ടായിരുന്നേ. നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്നാണ് പോയി കഴിച്ചത്. 3 അമ്മമാർ, പ്രായമായ അമ്മമാർ നടത്തുന്ന കടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈജിയിലാണ് പോയത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇതെനിക്ക് അവിടെ നിന്ന് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് മനസ്സിലാക്കി തന്നെയാണ് അവരെനിക്ക് ആ ഗിഫ്റ്റ് തന്നിരുന്നത്. കാരണം ഞാൻ ഈ ഒരു കണ്ടെയ്നർ അവിടെ നോക്കുന്നവർ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിത് അത്യാവശ്യമായിരുന്നു. കാരണം ഇതിനകത്ത് എനിക്ക് വീട്ടിൽ ഫ്രിഡ്ജിൽ ഫിഷും വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾ ബ്രെഡും ചായയും കൂടെ കഴിച്ചു. കാരണം എനിക്ക് ഉച്ചക്കത്തെ ലഞ്ച് അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല, നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്ലെയിൻ ബ്രെഡ് കഴിക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് പ്ലെയിൻ ബ്രെഡ് കഴിച്ചു, പിന്നെ ചായ ഉണ്ടാക്കി അതും കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി വിശന്നപ്പോൾ ഒരു ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെയാണ് കഴിച്ചത്. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പെഡിഗ്രി വാങ്ങി. പിന്നെ നമുക്കിവിടെ കുറച്ച് ലിക്വിഡ്സ് ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ വാഷിംഗ് മെഷീനിൽ. ഇത് നമ്മുടെ കാലിൽ നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ബ്രഷാണ്. പിന്നെ ചെറിയൊരു സ്നാക്സ് ബോക്സ്, പിന്നെ ഗാർബേജ് ബാഗ്, പാല്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറി, ഇതൊക്കെയാണ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ പോയി വാങ്ങുന്നത് മിക്കവാറും ഞാൻ പോകുമ്പോൾ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് മറന്നു പോയിട്ട് കൺഫ്യൂഷൻ അടിച്ച് പെട്ടെന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോരും. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് പിന്നെ അയ്യോ അത് വാങ്ങിയില്ലല്ലോ ഇത് വാങ്ങിയില്ലോ എന്നൊക്കെ തിങ്ക് ചെയ്യുന്നത്. പിന്നെ വൈകിട്ട് കഴിക്കാൻ മന്തിയായിരുന്നു കേട്ടോ. മന്തി, മയണൈസ്, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.